നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഇടയ്ക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പം അതുപോലെ തന്നെ വിശേഷ അവസരങ്ങളിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഇപ്പോൾ ദീപാവലി അല്ലേ വരുന്നത്, ദീപാവലീൻ്റെ സമയത്തും നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ എന്നും പറയുന്നതാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് ഏകദേശം 500 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം കൂടുതൽ ക്യാരറ്റ് വേണം ഈ ഒരു റെസിപ്പിയിലേക്ക്. ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് കഴുകി അതിൻ്റെ തോൽ നമ്മൾ പീൽ ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് പല ടൈപ്പ് ഉണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേറൊരു ടൈപ്പ് ക്യാരറ്റ് ഉണ്ട്, ഇന്ത്യൻ ക്യാരറ്റ്. ആ ക്യാരറ്റ് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വേണ്ടിയിട്ട് ഞാനൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. റെസിപ്പിക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം, അല്ലാതെ നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനോ പാടില്ല. ഈ രീതിയിൽ തയ്യാറാക്കിയാലേ അതിന് ആ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മളുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കണം, എന്നാലാണ് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പാണ്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ നെയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാം ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ആണെങ്കിലും സീഡ്സ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റേസിൻസ് ആണ്. ഞാനിവിടെ ബ്ലാക്കും അതുപോലെ തന്നെ നമ്മുടെ സാധാ നോർമലായിട്ടുള്ള റേസിൻസ് ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായിട്ട് നല്ല കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത ക്യാരറ്റ് നമ്മൾ നേരത്തെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു നെയ്യിൻ്റെ അംശം ആ പാനിലുണ്ടായിരിക്കും. അതിനകത്ത് കിടന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ആ സാധാ ഓറഞ്ച് കളർന്ന് മാറിയിട്ട് ഒരു മഞ്ഞ കളറിലേക്കൊക്കെ വരുന്നതാണ്. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നതാണ്. ആ ഒരു ടൈമിൽ കുക്കായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കുക്കായി വരാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാലിനകത്ത് കിടന്നിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് മിക്സായി വരണം. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുങ്കുമപ്പൂ കലക്കിയ പാലാണ്. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഈ റെസിപ്പിയിലേക്ക് കുങ്കുമപ്പൂ കലക്കിയ പാൽ ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച്നെസ്സും ടേസ്റ്റും നമുക്ക് കിട്ടുന്നതാണ്. സാധാരണ ഇതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലും മിക്ക സ്വീറ്റുകളിലും സാഫ്രൺ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സാഫ്രൺ എന്ന് പറയുന്നത് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഹിമാലയയുടെ 100% പ്യുവർ കാശ്മീർ സാഫ്രോൺ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 100% പ്യുവറാണ്. ഇതിനകത്ത് കെമിക്കൽ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം സാഫ്രോൺ പൊതുവേ വളരെയധികം അഡൾട്രേഷൻ വരുന്ന ഒന്നാണ്. എന്നാൽ ഇത് നല്ല പ്യുവറാണ്. ഇതിൻ്റെ കൂടെ വരുന്ന പാക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാച്ചും അതുപോലെ തന്നെ ഇത് ഏത് ഗ്രേഡാണ് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പാക്കറ്റ് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് നോക്കാം, താഴെ കൊടുക്കാം, അതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഗർഭിണികൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. നമുക്ക് സേഫായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെയുണ്ട്, വേണ്ടവർ ലിങ്ക് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഈ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ഇതുപോലെ കുറുകി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. പാലൊന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പിയിൽ പാൽപ്പൊടി നിർബന്ധമായിട്ടും ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ
ക്യാരറ്റ് ബർഫിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ക്യാരറ്റ് ഹൽവയും ക്യാരറ്റ് ബർഫിയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് ബർഫിയിൽ നമ്മൾ നിർബന്ധമായിട്ടും പാൽക്കോവ അല്ലെങ്കിൽ ഈ ഒരു പാൽപ്പൊടി നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു കട്ടി ടേസ്റ്റിലേക്ക് വരുന്നത്. ക്യാരറ്റ് ഹൽവ കുറച്ചും കൂടെ ഒരു സ്വീറ്റായിട്ടും ഒരു ലൂസായിട്ടുമാണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ അത്യാവശ്യം നന്നായിട്ട് കുറുകി എല്ലാം നന്നായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ പാൽപ്പൊടി കുറച്ച് സെപ്പറേറ്റ് ആയിട്ടും കിടക്കും. അത് താല്പര്യമില്ലാത്തവർക്ക് ഒന്നിച്ച് മിക്സായി കിടക്കാൻ പോലെയുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ പാൽപ്പൊടി പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പാലൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു കുറുകി നല്ല രീതിയിലായി വരുന്നത് വരെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് അതിൻ്റെ പാലൊക്കെ വറ്റി ഒന്ന് നന്നായിട്ട് വരണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം പാലും നെയ്യും അതുപോലെ തന്നെ പാൽഖോവയൊക്കെ ചേർന്നിട്ട് പാലിൻ്റെയൊക്കെ ടേസ്റ്റുള്ള നല്ലൊരു റിച്ചായിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതിനകത്തുനിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. കുറച്ചും കൂടി നല്ലൊരു റിച്ച് ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ലൊരു കട്ടി രൂപത്തിലാക്കിയെടുക്കണം. ഇത് നമ്മൾ ക്യാരറ്റ് ഹൽവേൻ്റെ പോലെയല്ല നമ്മൾ തയ്യാറാക്കി നിൽക്കുന്നത്. നമ്മളിതൊരു ബർഫി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും നല്ലൊരു നല്ലൊരു കട്ടി രൂപത്തിലേക്ക് വരും. അതാണ് അതിൻ്റെ ടെക്സ്ചർ. ആ ടെക്സ്ചർ ആകുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ട് നമ്മളത് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ. ഈ ഒരു ടെക്സ്ചറായി കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്ന ഒരു മോൾഡിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പ്ലേറ്റിലാണോ പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കിയത് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് അമർത്തിയിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അമർത്തുമ്പോൾ നമ്മൾ ആ ഷേപ്പിന് തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിന് നമുക്കിത് ഇങ്ങനെ ഷേപ്പാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡെക്കറേഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ സീഡ്സ്, പംകിൻ സീഡ്സോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സോ അതൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലായിട്ട് മധുരം തന്നെ വേണം. എന്നാലേ ഉള്ളൂ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ആ തണുപ്പിൽ കഴിക്കുമ്പം ആ മധുരം അത്ര നമുക്ക് അറിയത്തില്ല. ചൂടോട് കൂടി കഴിക്കുന്ന റെസിപ്പി അല്ല ഇത്. നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമ്മളിതുപോലെ ഞാൻ മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഇടക്കിടക്ക് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കി കൊടുക്കാം. ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ്.
നല്ലൊരു റിച്ച് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റെസിപ്പീടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.